വിസ്മയ മോഹൻലാൽസ് തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു. വിസ്മയുടെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡെബ്യൂട്ട് മൂവി ആയിട്ട് തോന്നിയില്ല. നല്ല ആക്ടിംഗ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഇമോഷണൽ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. റിയൽ ലൈഫിൽ വിസ്മയ കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ മനസ്സിൽ കുറച്ച് ഷൈ ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അപ്പോൾ മൂവിയിലും ചില സമയത്ത് നമുക്കിത് ഫീൽ ചെയ്യും. ഭയങ്കര നാച്ചുറലായിരുന്നു. പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സോ തുടക്കം ഇൻ്റർവെൽ വരെ പീക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇൻ്റർവെൽ വരെ പീക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു മൂവി തന്നത്. സോ ആസ് പ്രോമിസിങ് ഇൻ ദ ഡയറക്ടർ ജൂഡ് ആൻ്റണി ജോസഫ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. സോ ജൂഡ് ആൻ്റണി നെവർ ഡിസപ്പോയിൻറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറക്ടറിനെ. രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഹൈ തരുന്നത്. ഒന്ന് ജൂഡ് ആൻ്റണി ജോസഫ്, രണ്ടാമത്തത് ഒറ്റപ്പേര് മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ. എവിടേക്കോ ലാലേട്ടൻ ഉണ്ട് വിസ്മയിൽ. ഡെബ്യൂട്ട് സിനിമ എന്ന രീതിയിൽ വിസ്മയ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ, എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഹീസ് ദ ആക്ടർ, ഹീസ് ദ വില്ലൻ, ഹീസ് ദ ഹീറോ. ആശിഷ് ജോ ആൻ്റണി, നമ്മുടെ സ്വന്തം ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മകനാണ്. ഓ വാട്ട് ആൻ ആക്ടിങ് ബ്രോ. ഒരു ഡയലോഗ് പോലും ഇല്ല. ക്ലൈമാക്സ് എത്തുന്നവരെ ഒരു ഡയലോഗ് പോലും ഇല്ല. പക്ഷെ നമുക്ക് ആ ആക്ടറിൻ്റെ ആ ഒരു വില്ലനിസം നമുക്കിത് ഫീൽ ചെയ്യും, ആ ഒരു ഡെപ്ത്. ആശിഷ് ഇനി പിടിച്ചാൽ കിട്ടൂല, അത് ഉറപ്പാണ്. സോ ജോയുടെ സെക്കൻഡ് മൂവിയാണിത്, മെയിൻ ഒരു ക്യാരക്ടറായിട്ട്. ഫസ്റ്റ് മൂവി എമ്പുരാനിലുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ക്യാമിയോ റോളായിട്ട് എമ്പുരാനിലുണ്ടായിരുന്നു. എടുത്തു പറയാനായിട്ടുള്ള ജേക്സ് ബിജോയുടെ മ്യൂസിക്. ജേക്സ് ബിജോയ് ആസ് ഓൾവേസ് വീണ്ടും ഞെട്ടിച്ചിട്ടുണ്ട്. മ്യൂസിക് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ സീനുകളും പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ അറിയാമോ ലാലേട്ടൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ലാലേട്ടൻ ക്യാമിയോ ഉണ്ട്. ലാലേട്ടൻ്റെ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഇൻട്രോ BGMs ഒക്കെ അടിപൊളിയായിരുന്നു ലാലേട്ടൻ്റെ. ചില പോർഷൻസ് ഒക്കെ ഫാൻസിന് വേണ്ടി ചെയ്തവർ പോലെ ഉണ്ട്, പക്ഷെ അധികം ക്രിഞ്ചല്ല. ഓക്കെ ആയിരുന്നു. ബിക്കോസ് അഫ്കോഴ്സ് ഇത് ലാലേട്ടൻ്റെ മോളുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എന്തായാലും അതിനെ കുറിച്ച് കുറച്ച് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മൂവിയിലും ചെറിയ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആസ് എ ഫോൾ നോക്കുവാണെങ്കിൽ തുടക്കം എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സിനിമയാണ്, നല്ല വാച്ച് ആയിരുന്നു. സോ ദുബായിലെ വോക്ക് സിനിമാസ് എല്ലാം ഹൗസ്ഫുൾ ആയിരുന്നു ഇന്നലെ ഫ്രൈഡേ നൈറ്റ് 11:30 ടിക്കറ്റ് കിട്ടിയത്. സോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഹൗസ്ഫുൾ ആയിരുന്നു. അതിന് കാരണം ഒറ്റ പേര് മോഹൻലാൽ. സോ ഇതിലെ ആക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ആരും മോശം പറയുന്നില്ല. എല്ലാവരും അവരുടെ റോൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ പിന്നെ എടുത്തു പറയേണ്ട സായ്കുമാർ അടിപൊളി ആക്ടിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആന്റണി പെരുമാറിന്റെ ഒരു ക്യാമിയോ ഉണ്ട് ആസ് ഓൾവേസ്. എന്റെ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടാവും എന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമിയോ ഉണ്ട്. പക്ഷെ ലാലേട്ടന്റെ ക്യാമിയോ അടിപൊളിയായിരുന്നു. ലാലേട്ടന്റെ നല്ല റോളായിരുന്നു. സോ ഇതിലൊരു സോഷ്യൽ മെസ്സേജും കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു പെൺകുട്ടി സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അപ്പോൾ ഒരു ഓൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പഠിക്കാം. പക്ഷെ ഇതൊരു നല്ല തുടക്കമാണ്.